ഞങ്ങൾ ഒരുമിച്ച് മേടിച്ചേ 1 മുതൽ 10. പക്ഷെ അന്നൊന്നും ഞങ്ങൾ മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ +2 കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോ ഞാനൊന്ന് ചന്ത വരെ പോയ ആ വഴി വെച്ച് പോയി കണ്ടു. പിന്നെ ബന്ധം പുതുക്കേണ്ടി വന്നു. പുതുക്കിയിട്ട് 7 കൊല്ലമായി. 7 കൊല്ലായി പുതുക്കിയിട്ട്. ഒരു ചാച്ചാട്ടോണ്ടെങ്കിൽ തോന്നി. അപ്പൊ ഞാനങ്ങ് ചോദിച്ചു എന്താ ഉദ്ദേശം. ദുരുദ്ദേശം പറഞ്ഞപ്പോ പിന്നെ എടുത്തല്ലേ കെട്ടി വെച്ച. പലരും ആദ്യം ഡേറ്റ് ചെയ്യാൻ പോണത് പാർക്കിലോ സിനിമയിലേക്ക്. ഞങ്ങൾ പോയത് പള്ളിയില്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന അടുത്ത ലീവിന് വന്നപ്പോൾ അല്ലേ കുറെ കാലമായിട്ടുള്ള പ്രേമമാണല്ലോ. അപ്പം എല്ലാവരും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും, സെറ്റായിരിക്കും. നീ എന്താ നല്ല കുട്ടിയാ. ഈ കുടുംബത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിത ഘടകവും കുട്ടികളൊക്കെ എവിടെ ചെന്നാലും എൽദോസെട്ടായി എവിടെ എന്ന് തപ്പുന്ന ഒരേ ഒരു ആളുമാണ് ഞങ്ങളുടെ ഈ എൽദോസ്. ഞാൻ വിചാരിച്ച ഭയങ്കര ഇമോഷണൽ ആയ മൊമെന്റ്സ് ആയിരിക്കും കല്യാണം എന്ന്. പക്ഷെ എനിക്ക് ആ റിയലൈസേഷൻ ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. ഇവൻ കല്യാണം കഴിച്ച് പോവാന്നുള്ളത്. പ്രിയനെ സംബന്ധിച്ച് പ്രിയക്ക് എത്ര നല്ലൊരു ചേച്ചിയായിരുന്നു ഞാനെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല അനിയത്തിയായിരുന്നു. അതിനപ്പുറം നിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. Dear Priya and dear Eldos, I wish you both a very blessed marriage and a married life full of joy and happiness. എന്തൊക്കെയാണെങ്കിലും ഫ്യൂച്ചറിൽ നടക്കുന്നതെങ്കിലും I'll be always here. Please remind that I'll be always here for you and I won't leave you at any moment of your life. And I love you both. ചേട്ടായുടെ കല്യാണം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും പെട്ടെന്ന് കല്യാണം കഴിച്ചു പോയാലോ, അത് ഒരു പിഞ്ച് കുഞ്ഞ്. എപ്പോഴും കൂടെ ഇങ്ങനെ ചേട്ടനെ ഉപദ്രവിച്ചും സന്തോഷിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ പ്രിയപ്പെട്ട എൽദോസിനും പ്രിയയ്ക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു.